സംഘടനാ വിരുദ്ധ പ്രവർത്തനത്തിന്റെ പേരിൽ പുറത്തുപോയവർക്ക് തെറ്റുതിരുത്തിയാൽ പാർട്ടിയിലേക്ക് എത്താൻ തടസ്സമില്ലെന്ന് സിപിഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ.പി. സുരേഷ് രാജ്. പാലക്കാട് സേവ് സിപിഐ ഫോറം രൂപീകരിച്ച് പ്രവർത്തിച്ച നേതാക്കൾ സിപിഐയിൽ തിരിച്ചെത്തിയവരെ കെ.പി. സുരേഷ് രാജ് സ്വീകരിച്ചു. സേവ് സിപിഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ രാധാകൃഷ്ണൻ, കെ.ഇ. ബൈജു, സുരേഷ്, സിറിൽ എന്നിവരാണ് സിപിഐയിലേക്ക് വീണ്ടും തിരിച്ചെത്തിയത്. സിപിഐക്ക് തനതായ പ്രവർത്തന ശൈലിയുണ്ട്. അത് ഉൾക്കൊണ്ട് പ്രവർത്തിക്കാൻ കഴിയാത്തവർ പാർട്ടി വിടും. പാർട്ടിക്കകത്ത് വിമർശനങ്ങൾ സ്വാഭാവികമാണ്. വിമർശനങ്ങളും പ്രശ്നപരിഹാരവും ഉണ്ടാവേണ്ടത് പാർട്ടിക്കകത്താണെന്നും കെ.പി. സുരേഷ് രാജ് പറഞ്ഞു. കാലം അതൊക്കെ തെളിയിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോ അന്ന് പാർട്ടി വിട്ടു പോയിരുന്ന സംഘത്തിലെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ തിരിച്ചു വരുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിരവധി ആളുകൾ പ്രാദേശികമായിട്ടൊക്കെ തിരിച്ചു വന്നു. ഈ 23-ാം തീയതി മണ്ണാർക്കാട് അലനല്ലൂർ വെച്ച് വലിയ കൺവെൻഷൻ അലനല്ലൂർ പഞ്ചായത്തിലെ ആളുകളും. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് യഥാർത്ഥത്തിൽ ശരി എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ അവർക്ക് പറ്റിയിട്ടുള്ള തെറ്റ് തിരുത്തി അവർ തിരിച്ചു വരാൻ തയ്യാറായ സാഹചര്യമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അവർ പാർട്ടി വിട്ടുപോയപ്പോൾ അത് വലിയ ആഘോഷമാക്കിയിട്ടുള്ള പത്രക്കാർക്ക് അതൊരു വാർത്തയാക്കി കൊടുക്കണം എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇതുപോലെ വന്ന് പറയാൻ ഇടവന്നിട്ടുള്ളത്. രാധാകൃഷ്ണൻ ആ സംഘത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളായിരുന്നു. ഞങ്ങളുടെ പാർട്ടിയുടെ കോഴമന്ന മണ്ഡല സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം. ഇപ്പുറത്തിരിക്കുന്ന കെ.ഇ. ബൈജു ഏതാണ്ട് 1 വർഷം മുമ്പ് തന്നെ അദ്ദേഹം ഞങ്ങളുടെ പാർട്ടി ചേർന്നതാണ്. സുരേഷ്, ഏറ്റവും അവസാനിരിക്കുന്ന സുരേഷ് AIYF-ന്റെ ശ്രീകൃഷ്ണപുരം മണ്ഡല സെക്രട്ടറി ആയിരുന്നു. സിറിൽ ഞങ്ങളുടെ ASF-ന്റെ പ്രവർത്തകനായിരുന്നു, ജില്ലാ പ്രസിഡന്റായിരുന്നു. ഇവരൊക്കെ തന്നെ പലവിധ തെറ്റിദ്ധാരണകളുടെ അടിസ്ഥാനത്തിൽ പലരും തെറ്റിദ്ധരിപ്പിച്ച് അവരെ കൊണ്ടുപോയതാണ് എന്ന് തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ അവരൊക്കെ തന്നെ CPI-യിലേക്ക് തിരിച്ചു വരാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ച് ഞങ്ങൾക്ക് രേഖാമൂലം കത്ത് തന്നിട്ടുണ്ട്. ആ കത്തിന്റെ അടിസ്ഥാനത്തിൽ അവരെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു മറച്ചുവെക്കാൻ ഒന്നുമില്ല. പാർട്ടിയിൽ നിന്ന് പോയവർ തെറ്റുതിരുത്തി അവർക്ക് പറ്റിയത് തെറ്റാണ് എന്ന് ബോധ്യപ്പെട്ട് തിരിച്ചു വന്നാൽ പാർട്ടി അവർ സ്വീകരിക്കും. അതാണ് ഈ പാർട്ടിയുടെ കഴിഞ്ഞ കാലത്തെ പാരമ്പര്യം. എല്ലാവരെയും ചേർത്ത് പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിന്റെ അടിസ്ഥാനത്തിൽ തിരിച്ചു വന്ന അവരെല്ലാവരെയും പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പാർട്ടി ശരിയായ ദിശയിൽ മുന്നോട്ട് പോകും. വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടാണ് സേവ് സിപിഐ ഫോറം രൂപീകരിക്കേണ്ടി വന്നത്. പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു. തിരഞ്ഞെടുപ്പിൽ LDF-നായി പ്രവർത്തിക്കുമെന്ന് സിപിഐയിലേക്ക് തിരിച്ചെത്തിയവർ പറഞ്ഞു. ചില അഭിപ്രായ വ്യത്യാസങ്ങൾ പാർട്ടിയുമായിട്ടല്ല, ചില ആളുകളുമായിട്ടും ചില അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമാണ്. പാർട്ടി എന്ന് പറയുമ്പോൾ ഒരു വലിയ പ്രസ്ഥാനമാണ്. CPI എന്ന് പറയുന്നത് വലിയ പ്രസ്ഥാനമാണ്. സ്വാഭാവികമായും അതിനകത്ത് ചില ആളുകളുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ മാറി നിൽക്കുകയാണ് ചെയ്തത്. ഞങ്ങൾ വേറെ ഒരു പാർട്ടിയിലോ മറ്റു പാർട്ടികളിലേക്ക് പോകുകയോ അങ്ങനെ ഒന്നും ചെയ്യാതെ ഒരു സേവ് CPI ഫോറം എന്നൊരു സംവിധാനം ഉണ്ടാക്കി മാറി നിൽക്കുകയാണ് ചെയ്തത്. ആ മാറി നിൽക്കുന്നത് ശരിയല്ല എന്ന് ഇപ്പോൾ ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ നിന്നിട്ട് കാര്യമില്ല. ആ സംവിധാനത്തിന് കൂടുതൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന ബോധ്യം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളെ ഭൂരിപക്ഷം ആളുകളും ഈ പറയുന്ന സംവിധാനത്തിലെ ഭൂരിപക്ഷം ആളുകളും ഇതിപ്പോൾ ഓരോ ആളുകളും ഓരോ മണ്ഡലത്തിലെ ആളുകളാണ്. എല്ലാവരെയും കൂട്ടിക്കൊണ്ടുവന്ന് നമുക്ക് പത്രസമ്മേളനം നടത്താൻ കഴിയില്ലല്ലോ. അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ മണ്ഡലത്തിലും ആളുകൾ പാർട്ടിയിലേക്ക് തന്നെ തിരിച്ച് പോവുകയാണ്. പാർട്ടിയാണ് ശരി, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ശരി എന്നത് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ. ഇനി വൈകേണ്ട, ഇന്ന് തന്നെ നിങ്ങളുടെ വീടിനായി സിസോ സന്ദർശിക്കൂ. സിസോ, മേക്ക് ലൈഫ് സിമ്പിൾ.